റഷ്യ ഇറാന് ആണവ സാങ്കേതിക വിദ്യ കൈമാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇതിനു മുൻപേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും ഉപചർച്ചകളും ഒക്കെ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ നടന്നതാണ്. അപ്പൊ സാങ്കേതിക വിദ്യ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് റഷ്യ കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുമില്ല. അങ്ങനെ രണ്ടാൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിലപാട് പറയാത്ത സ്ഥിതിക്ക് എവിടെയെങ്കിലും ഒന്ന് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് റഷ്യ വൻതോതിൽ ആയുധം നൽകിക്കൊണ്ട് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പരസ്പരം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു രഹസ്യ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ആ രഹസ്യ കരാർ എന്ന് പറഞ്ഞാൽ ആണവ സാങ്കേതിക വിദ്യ ഇറാന് നൽകുക എന്നുള്ള ഒരു കരാർ വ്യവസ്ഥയിൽ അവര് രഹസ്യമായിട്ടെങ്കിലും ഒപ്പിടുകയോ അതല്ലെങ്കിൽ ആ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ ഈ സംഭവത്തോടനുബന്ധിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. 2.5 വർഷമായി ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നത് നമുക്കറിയാം. 30% ആയുധങ്ങളും ഇറാന്റേതാണ് എന്നുള്ളത് ഇതിനിടയിൽ പ്രാദേശിക ചാനലൊക്കെ റിപ്പോർട്ട് ആയിട്ട് പുറത്തു വന്നിരുന്നു. ഈ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി തന്നെ ഈ വിഷയത്തോടനുബന്ധിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. തങ്ങളുടെ സൈനികർക്ക് നേരെ റഷ്യ തൊടുത്തു വിട്ടിരിക്കുന്ന മിസൈലുകളൊക്കെ തങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. മിസൈലും ആയുധങ്ങളും റോക്കറ്റും പലതും പറയുന്നുണ്ട്. അതിൽ നിന്ന് ഇറാന്റെ നിർമ്മിത ആയുധങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ മനസ്സിലാക്കുകയും ആ വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറാൻ ഇതിൽ മുഖ്യ കക്ഷിയാണ് എന്നതിനാൽ ഇറാൻ ആയുധം റഷ്യക്ക് നിർത്തൽ ചെയ്യാൻ വേണ്ടി അടിയന്തരമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഇടപെടണമെന്ന് ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടാണ് അന്നൊക്കെ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇറാനും അമേരിക്കയും തമ്മിൽ നല്ലൊരു നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അമേരിക്ക ഇറാനോട് ഈ കാര്യങ്ങൾ പറയാന്ന് പറയാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 5 അമേരിക്കൻ പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി $6 മില്യൺ നൽകിയിരിക്കുന്ന $6 ബില്യൺ ആണ് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന് മധ്യസ്ഥ വഹിച്ചത് ഖത്തറായിരുന്നു. ഖത്തർ മധ്യസ്ഥതയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അങ്ങനെ പണം കൊടുത്തു, ആളുകൾ കൈമാറ്റം ചെയ്യപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അമേരിക്കയും ഇറാനുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അമേരിക്ക ഇറാനോട് ഈ കാര്യം പറയില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ യുദ്ധം വീണ്ടും തുടരുന്നു. യുദ്ധം വീണ്ടും തുടരുന്നതിനനുസരിച്ച് ഇറാന്റേതായിരിക്കുന്ന സഹായങ്ങൾ നൽകുന്നു. അതോടനുബന്ധിച്ച് തന്നെ റഷ്യയുടെ അകത്ത് ആയുധങ്ങൾ നിർമ്മിക്കാൻ, ആയുധ ഫാക്ടറികൾ നിർമ്മിക്കാനുള്ള അനുമതി കരാർ വ്യവസ്ഥ പ്രകാരം ഇറാന് നൽകുകയും ഇറാന് റഷ്യയുടെ അകത്ത് ആയുധ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതായിരിക്കുന്ന വിവരം പുറത്തു വന്നതാണ്. ഇതെല്ലാം അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്, വലിയ സംഭവങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നീട് പാലസ്തീൻ യുദ്ധം തുടങ്ങിയതോടുകൂടി അതിന്റെ ഏറെക്കുറെ ചർച്ചാ കാര്യങ്ങളൊക്കെ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നതോടുകൂടിയാണ് സെലൻസ്കി പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ കൊള്ളിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നത്. ഇപ്പൊ രണ്ടാമതും ഇത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതിൽ വന്നിരിക്കേണ്ട കാര്യം ഹമാസിന്റെ നേതാവ് ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സാരമായി ബാധിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ ഏറ്റവും വലിയ ദേശീയ നേതാക്കന്മാർക്ക് സുരക്ഷ നൽകുന്ന മേഖലയിൽ നിന്ന് പോലും തങ്ങളുടെ അതിഥിയെ കൊല്ലാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു എന്ന് പറഞ്ഞ് നിസ്സാരമായിരിക്കുന്ന വിഷയമായിട്ട് ഇറാൻ ഒരിക്കലും കാണുന്നില്ല. അങ്ങനെ അതിന് പ്രത്യാക്രമണം ചെയ്യും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യം അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള ഖമേനി തന്നെ തുറന്നു പറഞ്ഞതാണ്. ആയത്തുള്ള ഖമേനി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ആത്മീയ നേതാവിന്റെ വാക്കുകൾ തങ്ങൾ പാലിക്കുമെന്ന് ഇറാന്റെ സൈനികർ സമ്മതിച്ചതും അതിനോടനുബന്ധിച്ച് അതിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ച രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വന്നു. ഇതിന്റെ തുടർച്ചയായ രീതിയിലാണ് വലിയ രീതിയിലുള്ള ആയുധ ശേഖരങ്ങളും ആയുധങ്ങളുടെ വിമാനങ്ങളും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിലേക്ക് വന്നിരിക്കുന്ന വിവരങ്ങൾ അതിനോടനുബന്ധിച്ച് വന്നത്. തെഹ്റാന്റെ എയർപോർട്ടിന്റെ 3/4 ഭാഗങ്ങളും ഇപ്പോൾ റഷ്യയുടെ വിമാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ആ കാലത്തൊക്കെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ മുഴുവനും ആയുധങ്ങളാണ്, അതും ഏറ്റവും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളാണ്, അല്ലെങ്കിൽ ആയുധങ്ങളുടെ ശേഖരം തന്നെയാണ് റഷ്യ ഇറാന് കൈമാറിയത്. അത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമായിട്ട് തന്നെയാണ് എന്നുള്ളതും മാത്രവുമല്ല, ആയുധ ശേഖരങ്ങൾ പരമാവധി ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇസ്രായേലിനെതിരെ ഇറാൻ കാഞ്ചി വലിക്കുക എന്നതൊക്കെയാണ് അന്നത്തെ പടിഞ്ഞാറൻ മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ നിലവിലെ കാര്യം എന്ന് പറയുന്നത് ഇറാന് റഷ്യ ആണവ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ആണവ സാങ്കേതിക വിദ്യ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം ഒരു ചെറിയ നിസ്സാരമായിരിക്കുന്ന യുദ്ധമായിട്ട് അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം എന്ന് പറയുന്നത് റഷ്യ വലിയ രീതിയിലുള്ള ഭീഷണി തന്നെ അവിടെ നേരിടുന്നു. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട്
ഉക്രൈനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ, തന്ത്രപരമായിരിക്കുന്ന പല നിലപാടുകളും അമേരിക്കയുടേതാണ് ഇപ്പോൾ ഉക്രൈൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടനുബന്ധിച്ച് ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയതോടുകൂടി തങ്ങൾ യൂറോപ്യൻ രാജ്യത്തെയും ആക്രമിക്കും എന്ന് റഷ്യ പറഞ്ഞതോടുകൂടിയാണ് അത് ഏറെക്കുറെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആദ്യത്തെ അനുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ലെങ്കിൽ പോലും തൽക്കാലത്തേക്ക് വേണ്ട എന്ന് അമേരിക്ക ഉക്രൈനോട് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വന്നത്. കാര്യം എന്ന് പറയുന്നത് ആണവായുധം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മേഖല മുഴുവനും വിഷബാധിത മേഖലയായിട്ട് മാറും. അതിന്റെ ഒരു പ്രതിധ്വനി മിഡിൽ ഈസ്റ്റിന്റെ ഭാഗങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ഇറാന് അവിടെ വലിയ രീതിയിൽ ആക്രമണം നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇറാനെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇസ്രായേലിനെയും ഇറാനെ പ്രതിരോധിക്കുക, അതോടൊപ്പം തന്നെ റഷ്യയും പ്രതിരോധിക്കുക, ഈ രണ്ടും തുല്യ രീതിയിൽ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം രണ്ട് രാജ്യവും വൈകാരികമായിരിക്കുന്ന യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അത് തീവ്രമുറ്റിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ മധ്യസ്ഥത ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പാലസ്തീനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിൽ ഒരു മധ്യസ്ഥതയും നിലവിലില്ല. അപ്പൊ രഹസ്യമായ രീതിയിൽ പല അറബ് രാജ്യങ്ങളും ഈ നിലവിലെ സാഹചര്യത്തിൽ പാലസ്തീനെ സഹായിക്കുന്നുണ്ട്. അത് ഏത് അറബ് രാജ്യം എങ്ങനെ സഹായിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യൂറോപ്യന്മാർ ഉക്രൈനെ സഹായിക്കുന്നു. റഷ്യ ഇറാനും ചൈനയും ഈ കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നു. അവിടെ ആയുധ ശേഖരങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു മേഖല ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള യുദ്ധത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പൊട്ടലുണ്ടാവും. അത് സർവനാശം വിതക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. ഈ സ്ഥിതി വിശേഷമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതുകൊണ്ട് റഷ്യ ഇറാന് ആയുധം നൽകുന്നു എന്ന് ഇറാന് ആണവായുധത്തിന്റെ സാങ്കേതിക വിദ്യ നൽകുന്നു എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഭയപ്പാടുള്ളത് ഒന്ന് ഇസ്രായേലിനാണ്, പിന്നെ അമേരിക്കക്കാണ്. ഇസ്രായേൽ ഈ കാര്യത്തിൽ വലിയ ഭയപ്പാടുണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആണവായുധ മേഖല ആക്രമിക്കുമെന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആക്രമിക്കാൻ വേണ്ടി ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞനെ തന്നെ അവിടെ വെച്ച് കൊലപ്പെടുത്തി, ഇറാനിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയൊരു സംഭവം ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇറാഖിന്റെ ആണവായുധ മേഖല ഒരു കാലത്ത് ഇസ്രായേൽ ആക്രമിക്കുകയും അവിടെ വലിയ രീതിയിൽ സ്ഫോടനം നടത്തുകയും ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അതിനുശേഷം തങ്ങളുടെ ലക്ഷ്യം ഇറാനാണെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ വിഷയങ്ങൾ എവിടെ അവസാനിക്കും എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. ആണവ സാങ്കേതിക വിദ്യ ഇതിന് മുൻപ് തന്നെ ഇറാന്റെ കൈവശത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്നാൽ കിട്ടിയിട്ടില്ല, കരാർ വ്യവസ്ഥ ആയിട്ടേ ഉള്ളൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ് എന്ന നിലക്ക് ഇതിന്റെ എല്ലാവിധ സാങ്കേതിക വിദ്യയും ഇറാനുമായിട്ട് വലിയ രീതിയിൽ സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്ന രാജ്യം എന്ന നിലക്ക് കൈമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ കൈമാറിയിട്ടുണ്ടാവാം, ഒരുപക്ഷെ കൈമാറാനുള്ള സാധ്യതയായിരിക്കും തെളിഞ്ഞിരിക്കുന്നത്. രണ്ടാണെങ്കിലും ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇതിന് പ്രതിരോധം ഉണ്ടാക്കാനുള്ള എല്ലാ സഹായ കാര്യങ്ങളും തങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഏത് തരത്തിലാണ് ചെയ്തു തരേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു കൃത്യത പറയാൻ വേണ്ടിയിട്ട് അമേരിക്കക്കും സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യം അമേരിക്കയിൽ നവംബറിൽ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോഴത്തെ ജോ ബൈഡൻ പടിയിറങ്ങും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ആരാണ് ഭരണത്തിലേക്ക് കയറുക എന്നുള്ളതിന്റെ ഒരു രൂപം ഇപ്പോഴും വന്നിട്ടില്ലെങ്കിൽ പോലും സന്തോഷകരമായിരിക്കുന്ന ഒരു രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള ജോ ബൈഡന്റെ ആഗ്രഹം നടക്കില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. അത്രക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് പാലസ്തീനെ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പച്ചയായിരിക്കുന്ന സത്യവും വ്യക്തമായിരിക്കുന്ന സത്യവുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സമാധാനപരമായിരിക്കുന്ന വിഷയത്തിൽ ഉപയോഗിക്കേണ്ട പല ആയുധങ്ങളും പല സമ്പത്തും യുദ്ധമുഖത്തേക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അമേരിക്കയുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തത്തുല്യമായി തന്നെ അംഗീകരിക്കുന്നതാണ്. അഫ്ഗാനുമായിട്ട് ഇവിടെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്ക് അവിടെ എന്ത് കാര്യം എന്നാണ് അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ചോദിക്കുന്നത്. മറ്റു രാജ്യങ്ങൾ തമ്മിലൊക്കെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ സ്വകാര്യമായിരിക്കുന്ന വിഷയമായിട്ട് എഴുതി തള്ളുന്നതിന് പകരം ആ വിഷയത്തിലൊക്കെ അമേരിക്ക ഇടപെടുന്നു, അവർക്ക് സാമ്പത്തികം കൊടുക്കുന്നു, സഹായം കൊടുക്കുന്നു, സൈനികപരമായിരിക്കുന്ന ബലം നൽകുന്നു. ഇതൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമല്ല. പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ വിഷയങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ അമേരിക്കക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്നാൽ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നു. ആ സഹായിക്കുന്നത് കൊണ്ട് പാലസ്തീൻ ആളുകൾ കൊല്ലപ്പെടുന്നു. ഈ സ്ഥിതി വിശേഷം ഇല്ലാതാക്കിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യേണ്ടത്. വരും കാലത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു ഭീകര രാജ്യമായിരുന്നു, അല്ലെങ്കിൽ തീവ്രമുറ്റിയൊക്കെ ഇരിക്കുന്ന ചിന്താഗതിക്കാരായിരുന്നു ആ രാജ്യം ഭരിച്ചത് എന്ന് തലമുറ പറയാതിരിക്കാൻ സമാധാനപരമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് അവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും തത്തുല്യമായ രീതിയിൽ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഏറെക്കുറെ ഇറാനിൽ സാങ്കേതിക വിദ്യ റഷ്യ കൈമാറാനുള്ള സാധ്യത, ഇതുവരെ കൈമാറിയിട്ടുണ്ടെങ്കിൽ കൈമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ അവസ്ഥകൾക്കും സ്ഥിതിവിശേഷങ്ങൾക്കും വലിയ രീതിയിലുള്ള അപ്രതീക്ഷിത മാറ്റങ്ങൾ വരും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.